Hello my dear students, welcome back to my channel NCERT Malayalam. NCERT Class 8ലെ Geography Chapter 4 Agriculture Part 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി വി ഹാവ് അപ്ലോഡഡ് പാർട്ട് 1 വീഡിയോ. സോ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചത് ഫാമിങ്ങിനെ പറ്റിയായിരുന്നു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിനെ പറ്റി പഠിക്കാം. സോ in commercial farming, crops are grown and animals are reared for sale in the market. The area cultivated and the amount of capital used is large. Most of the work is done by machines. Commercial farming includes commercial grain farming, mixed farming and plantation agriculture. സോ കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രോപ്സ് ഇങ്ങനെ ഗ്രോ ചെയ്യുക, അതുപോലെ തന്നെ ആനിമൽസൊക്കെ റിയർ ചെയ്യുക, എന്നിട്ട് അത് മാർക്കറ്റിൽ പോയിട്ട് സെയിൽ ചെയ്യുക. അതായത് കൊമേഴ്ഷ്യലി നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്സൊക്കെ വിൽക്കാൻ പോവുകയാണ്. അതായത് ഒരു വലിയൊരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇറിഗേഷനും ബാക്കിയുള്ള പ്ലോയിങ് ഒക്കെ നടത്തുക. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് ഉണ്ട്, മിക്സ്ഡ് ഫാമിംഗ് ഉണ്ട്, പ്ലാന്റേഷൻ അഗ്രികൾച്ചറൊക്കെ ഉണ്ട്. So in commercial grain farming, crops are grown for commercial purpose. Example, wheat and maize ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. മേജർ ഏരിയാസ് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ഫാമിംഗ് നടത്തുന്നത് എന്ന് പറയുന്നത് ടെമ്പററി ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് പോപ്പുലേറ്റഡ് ഏരിയാസിൽ വിത്ത് ലാർജ് ഫാംസ് സ്പ്രെഡിങ് ഓവർ 100 ഓഫ് ഹെക്ടേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഫാമിംഗ് ചെയ്യുക. സോ സിവിയർ വിൻ്റർ റെസ്ട്രിക്ട് ദ ഗ്രോയിങ് സീസൺ ആൻഡ് ഓൺലി എ സിംഗിൾ ക്രോപ്പ് ക്യാൻ ബി ഗ്രോൺ. സോ വിൻ്ററിലൊന്നും നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത് അധികം നടക്കാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ക്രോപ്പ് മാത്രമേ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിൽ ചെയ്യുള്ളൂ. അതാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അതിൻ്റെ വേറൊരു തരത്തിലുള്ളതാണ് മിക്സ്ഡ് ഫാമിംഗ്. മിക്സ്ഡ് ഫാമിംഗ്, ദ ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ഫുഡ് ആൻഡ് ഫോഡർ ക്രോപ്സ് ആൻഡ് റിയറിങ് ലൈഫ് സ്റ്റോക്ക്. മിക്സ്ഡ് ഫാമിങ്ങിൽ നമ്മൾ ഈ പറയുന്ന ലാൻഡിൽ നമ്മൾ ഫുഡ് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അതായത് നമ്മുടെ ഫോഡർ ക്രോപ്സ്, ഫുഡ് ഗ്രോത്ത്, ഇതൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മിക്സ്ഡ് ഫാമിങ്ങിനകത്തുള്ളത്. അപ്പോൾ രണ്ടും ഉണ്ടാകും. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് കന്നുകാലികളെ വളർത്തുന്നതും ഉണ്ടാകും. സോ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ യൂറോപ്പ്, ഈസ്റ്റേൺ USA, അർജൻറ്റീന, സൗത്ത് ഈസ്റ്റ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന മിക്സ്ഡ് ഫാമിംഗ് ചെയ്യുന്നത്. ഇനി പ്ലാന്റേഷൻസ്. Plantations are the type of commercial farming where a single crop of tea, coffee, sugarcane, cashew, rubber, banana or cotton are grown. അതായത് വലിയ വലിയ പ്ലാന്റേഷൻസ്, അതായത് ഒരു സിംഗിൾ ക്രോപ്പ് മാത്രം ഗ്രോ ചെയ്യുന്ന സ്ഥലം, കോഫി ആവട്ടെ, ടീ ആവട്ടെ, ഷുഗർ കെയിൻ ആവട്ടെ, കാഷ്യൂ ആവട്ടെ, റബ്ബർ ആവട്ടെ, എന്തുമാവട്ടെ, ഒരൊറ്റൊരു ക്രോപ്പ് മാത്രം അങ്ങനെ ഗ്രോ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമുക്ക് പ്ലാന്റേഷൻസ് എന്ന് വിളിക്കാം. ലാർജ് എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽസ് ആർ റിക്വയർഡ്. ദ പ്രൊഡ്യൂസ് മേ ബി പ്രൊസസ്ഡ് ഓൺ ദ ഫാം ഇറ്റ് സെൽഫ് ഓർ ഇൻ ദ ഫാക്ടറി നിയർ ബൈ. സോ നമ്മുടെ വലിയ വലിയ ആൾക്കാരൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ കുറേ പണിക്കാരെ വെച്ചിട്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാന്റേഷൻസ് ഗ്രോ ചെയ്യുക. ഇത് കൂടുതലും നിയർ ബൈ ഫാക്ടറീസിലൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ട്സ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാന്റേഷൻസ്. ഓക്കെ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഈസ് ദ എസെൻഷ്യൽ ഫോർ സച്ച് ഫാമിംഗ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം പ്രോസസ്സ് ചെയ്യണമെങ്കിലൊക്കെ വലിയ വലിയ ലോഡ് കണക്കിന് കൊണ്ടുപോകാൻ ട്രക്കും ലോറീസൊക്കെ അവൈലബിൾ ആവണം. അപ്പോൾ മേജർ പ്ലാന്റേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രോപ്പിക്കൽ റീജിയൻസ് ഓഫ് ദ വേൾഡ്. എക്സാമ്പിൾ, റബ്ബർ ഇൻ മലേഷ്യ, കോഫി ഇൻ ബ്രസീൽ. നമുക്കറിയാം ബ്രസീലിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കോഫി. ഇന്ത്യയിൽ ടീ, ശ്രീലങ്കയിലൊക്കെ ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെയാണ് പ്ലാന്റേഷൻസിൻ്റെ എക്സാമ്പിൾസ്. സോ മൂവിങ് ഓൺ ടു മേജർ ക്രോപ്സ്. അതായത് നമ്മുടെ പോപ്പുലേഷന് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് വേണം അല്ലേ, എന്നാൽ മാത്രമേ നമ്മുടെ പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസൊക്കെ കൂടുതലും ക്രോപ്സ് സപ്ലൈ ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീറ്റ്, റൈസ്, മെയ്സ്, മില്ലറ്റ്സ് ഒക്കെയാണ് വലിയ വലിയ മേജർ ആയിട്ടുള്ള ഫുഡ് ക്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫൈബർ ക്രോപ്സ് ആവട്ടെ ജൂട്ടുണ്ട്, കോട്ടൺ ഉണ്ട്. പിന്നെ ചില ബിവറേജ് ക്രോപ്സ് ലൈക്ക് ടീ ആൻഡ് കോഫി ആർ ഇൻക്ലൂഡഡ്. ഇനി റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, റൈസ് എന്ന് പറയുന്നത് മേജർ ഫുഡ് ക്രോപ്പ് ഇൻ ദ വേൾഡ് ആണ്. ഇത് നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റാണ്. അതായത് മെയിൻലി ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസിലുള്ള സ്റ്റേപ്പിൾ എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതെന്നാണ് അർത്ഥം.
റൈസിനാണെങ്കിൽ നല്ല ഹൈ ടെമ്പറേച്ചർ വേണം, ഹൈ ഹ്യൂമിഡിറ്റി വേണം, റെയിൻഫോളൊക്കെ വേണം. ഇത് കൂടുതലും അല്ലുവിയൽ ക്ലേയി സോയിലാണ് ഇത് വളരുന്നത്. അത് കാരണം വെച്ചാൽ അല്ലുവിയൽ ക്ലേയി സോയിലിൽ എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനെ നിലനിൽക്കും. ഇനി ചൈന ആണ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യനെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന അരി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ജപ്പാൻ, ശ്രീലങ്ക, ഈജിപ്ത് ഒക്കെ ഉണ്ട്. ഇൻ ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആസ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ബംഗ്ലാദേശ് 2 to 3 ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ എ ഇയർ. അപ്പോൾ ചില സ്ഥലത്ത് 2-3 ക്രോപ്സൊക്കെ, അതായത് വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലൊക്കെ നല്ല ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2-3 ക്രോപ്സൊക്കെ ഒരു വർഷം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. Now moving on to the wheat. Wheat requires moderate temperature and rainfall during growing season and bright sunshine at the time of harvest. It thrives best in well-drained loamy soil, and wheat is mainly grown extensively in USA, Canada, Argentina, Russia, Ukraine, Australia and India. And India it is grown in winter. പിന്നെ വീറ്റ്, ഗോതമ്പ് ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറും റെയിൻഫോളിലുമാണ് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു റൈസ് എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഹ്യൂമിഡിറ്റി റെയിൻഫോളായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. വീറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോളിലായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. അതെന്ന് പറയുന്നത് നമ്മുടെ ലോമി സോയിൽ, മറ്റോടത്ത് അല്ലുവിയൽ സോയിലായിരുന്നു, ഇവിടെ ലോമി സോയിലായിരിക്കും ഇത് വളരുന്നത്. കൂടുതലും ഇത് കാണുന്നത് USA, കാനഡയിൽ, അർജൻറ്റീന, റഷ്യ, ഉക്രൈൻ, ഓസ്ട്രേലിയ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ്. സോ ഇന്ത്യയിലാവട്ടെ വിൻ്റർ സീസണിലാണ് കൂടുതൽ നമ്മൾ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ നോൺ ആസ് എ കോഴ്സ് ഗ്രെയിൻസ് ആൻഡ് ക്യാൻ ബി ഗ്രോൺ ഇൻ ലെസ് ഫെർട്ടൈൽ ആൻഡ് സാൻഡി സോയിൽ. ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഫലഭൂഷ്ടി കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതലും ഇതിനെ കോയേഴ്സ് അല്ലെങ്കിൽ നല്ല തരിതരായുള്ള ഗ്രെയിൻസ് ആയിട്ടാണ് പറയുന്നത്. സോ അതിന് മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ചോളം അല്ലെങ്കിൽ നമ്മുടെ കമ്പം, ഇതൊക്കെ ആ ഒരു എക്സാമ്പിളാണ് ഇതുള്ളത്. ഇറ്റ് ഈസ് എ ഹാർഡി ക്രോപ്പ് ദാറ്റ് നീഡ്സ് ലോ റെയിൻഫോൾ ആൻഡ് ഹൈ മോഡറേറ്റ് ടെമ്പറേച്ചർ. സോ ഇതിന് ലോ റെയിൻഫോളും അതുപോലെ തന്നെ ഹൈ മോഡറേറ്റ് ടെമ്പറേച്ചറാണ് ആവശ്യം, ഇതിന് വളരാൻ വേണ്ടി ആവശ്യമുള്ളത്. അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള റെയിൻഫോളും വേണം. അപ്പോൾ ഹാർഡി ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൊക്കോളി, ക്യാബേജസ് പോലുള്ള ഓണിയൻ, സ്പിനാച്ചൊക്കെയാണ് ഹാർഡി ക്രോപ്സ് ആയിട്ടുള്ളത്. റൈസ് എന്ന് പറയുന്നതും ഒരു ഹാർഡി ക്രോപ്പാണ്. അപ്പോൾ ഇതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള റെയിൻഫോൾ വേണം. ലോ റെയിൻഫോൾ ആയിരിക്കാനും പ്രശ്നമൊന്നുമില്ല. ഹൈ ടു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും വേണ്ടത്. ജോവർ, ബജ്ര, റാഗിയൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. നമ്മൾ വേറെ കൺട്രീസിൽ, ഇന്ത്യയിലാണ് കൂടുതൽ ഗ്രോ ചെയ്യുന്നത്. വേറെ കൺട്രീസ് എന്ന് പറയുന്നത് നൈജീരിയ, ചൈന ആൻഡ് നൈഗറിലൊക്കെയാണ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു മെയ്സ്. Maize requires moderate temperature, rainfall and lots of sunshine. It needs well-drained fertile soils. Maize is grown in the North America, Brazil, China, Russia, Canada, India and Mexico. സോ മെയ്സിന് മോഡറേറ്റ് ടെമ്പറേച്ചറാണ് വേണ്ടത്, റെയിൻഫോളും നല്ല സൺഷൈൻ വേണം. മെയ്സ് ഉള്ളതെങ്കിൽ നല്ല വെള്ളം ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഫെർട്ടൈൽ അല്ലെങ്കിൽ ഫലഭൂഷ്ടിയുള്ള മണ്ണിൽ മാത്രമേ ഇത് വളരുള്ളൂ. നോർത്ത് അമേരിക്ക, ബ്രസീൽ, ചൈന, റഷ്യ, കാനഡയിലൊക്കെയാണ് കൂടുതലും മെയ്സ് വളർത്തുന്നത്. ഇനി കോട്ടൺ നോക്കുകയാണെങ്കിൽ കോട്ടൺ റിക്വയേഴ്സ് ഹൈ ടെമ്പറേച്ചർ, ലൈറ്റ് റെയിൻഫോൾ, 210 ഫ്രീ ആൻഡ് ബ്രൈറ്റ് സൺഷൈൻ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. സോ നമ്മുടെ കോട്ടൺ ആവട്ടെ നല്ല ഹൈ ടെമ്പറേച്ചർ വേണം, ലൈറ്റ് ചെറിയൊരു റെയിൻഫോളും വേണം. അതുപോലെ തന്നെ 210, അതായത് 210ഓളം ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്, അതായത് മഞ്ഞുരഹിത ദിനങ്ങൾ. ഇതെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സ്പ്രിംഗ് സീസണിൻ്റെ അവസാനത്തെ ദിവസവും അതുപോലെ തന്നെ ഓട്ടം സീസണിൻ്റെ ഫസ്റ്റ് ഡേയും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമുക്ക് ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രോസ്റ്റ് ഫ്രീ ഡേയ്സ്. അതുപോലെ തന്നെ ബ്രൈറ്റ് സൺഷൈനും വേണം ഈ പറയുന്ന കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വളരാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലും ബ്ലാക്ക് ആൻഡ് അല്ലുവിയൽ സോയിൽസിലാണ് വളരുക. ചൈന, USA, ഇന്ത്യ, പാകിസ്ഥാൻ, ബ്രസീൽ ആൻഡ് ഈജിപ്തൊക്കെയാണ് കോട്ടൻ്റെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളത്. മെയിൻ റോ മെറ്റീരിയൽ ഫോർ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോട്ടൺ ആണ്. സോ ഇതൊക്കെയാണ് വേറൊരു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തു. ഇനി ജൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ജൂട്ട് ബാഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ ചാക്ക് നൂല് ഒക്കെ ഉണ്ടാക്കുന്നത് ജൂട്ട്സിൽ നിന്നാണ്. ഇറ്റ് ഗ്രോസ് വെൽ ഓൺ അല്ലുവിയൽ സോയിൽ ആൻഡ് ഹൈ ടെമ്പറേച്ചർ, ഹെവി റെയിൻഫോൾ ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ഇതിൻ്റെ
ഈ പറയുന്ന കാലാവസ്ഥ. ദിസ് ക്രോപ്പ് ഈസ് ഗ്രോൺ ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആർ ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ജൂട്ട്. കോഫി ആവട്ടെ, ഞാൻ അടുത്തതാണ്. കോഫിക്ക് ആവട്ടെ വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആൻഡ് വെൽ ഡ്രെയിൻഡ് ലോമി സോയിലാണ് കോഫിക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത്. ഹിൽ സ്ലോപ്സിൽ കൂടുതലും കോഫിയാണ് ഉൽപ്പാദിപ്പിക്കുക. ബ്രസീലാണ് ലീഡിംഗ് കോഫി പ്രൊഡ്യൂസർ. പിന്നെ കൊളംബിയയും ഇന്ത്യയും അതിന് ശേഷമുള്ളതാണ്. Now moving on to tea. Tea is a beverage crop grown on plantations. This requires cool climate and well-distributed high rainfall throughout the year for the growth of its tender leaves. So tea ആണ് അടുത്ത ഒരു ബിവറേജ് ക്രോപ്പ് പ്ലാന്റേഷൻസിലൊക്കെ ഗ്രോ ചെയ്യുന്നത്. അതിന് കൂൾ ക്ലൈമറ്റ് ആണ് വേണ്ടത്. നമുക്കറിയാം ടീ പോലുള്ളത് കൂടുതലും മൂന്നാർ, ഊട്ടി ഭാഗങ്ങളിലായിരിക്കും അല്ലേ ടീ ഉള്ളത്. കാരണം അതിന് നല്ല കൂൾ ക്ലൈമറ്റ് ആണ് വേണ്ടത്. നമ്മുടെ ഇപ്പം മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ ഒരിക്കലും ഇത് വളരില്ല. കാരണം നല്ല ചൂടുള്ള ക്ലൈമറ്റുള്ള സ്ഥലമാണ്. ഹൈ റെയിൻഫോളും വേണം ഇതിന്. എന്നാൽ മാത്രമേ അതിൻ്റെ ലീഫ് നല്ല ടെൻഡറായി വരുള്ളൂ, അല്ലെങ്കിൽ നല്ല തളിർത്ത് വരുള്ളൂ. സോ ഇറ്റ് നീഡ്സ് വെൽ ഡ്രെയിൻ ലോമി സോയിൽ ആൻഡ് ജെൻറ്റിൽ സ്ലോപ്സ്. സോ ലേബർ എന്ന് പറയുന്നത് കൂടുതലും ആൾക്കാർ, അതായത് നമ്മുടെ പണിക്കാരൊക്കെ കൂടുതലും ഇങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ ലീവ്സ് ഇങ്ങനെ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാറിൻ്റെയും ഊട്ടിൻ്റെയും മലനിരകളിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൊട്ടയും പിടിച്ചിട്ട്, വയനാടൊക്കെ ഇങ്ങനെ കൊട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലീഫ് പിക്ക് ചെയ്യാൻ നടക്കും. കെനിയ, ഇന്ത്യ, ചൈന, ശ്രീലങ്ക ആണ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ടീ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് എന്ന സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ആ സെക്ഷൻ, പക്ഷേ ഇത്രയും കാര്യങ്ങളുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്.